സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപ് വൻ ഭീഷണി മുഴക്കിയിട്ടും ഇറാന് കൂസലില്ല. ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടും അതിനെ പുല്ലുപോലെ തള്ളിക്കളയുകയാണ് ഇറാൻ. ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആവർത്തിക്കുന്നത്. മാത്രമല്ല, ഹോർമൂസിൽ കപ്പലുകൾ ഇറാൻ തടയുകയും ചെയ്തു. ഒപ്പം ഹൂതികൾ ചെങ്കടലിൽ പിടിമുറുക്കുകയും ചെയ്തു. ഇതോടെ ട്രംപ് വീണ്ടും യു-ടേൺ അടിച്ചു. അന്തിമ സൈനിക നീക്കത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ട്രംപ് ഒടുവിൽ പറയുന്നത്. മാത്രമല്ല, ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും ട്രംപ് പറയുന്നു. ഇതിനിടയിൽ സത്യത്തിൽ പത്മവ്യൂഹത്തിൽപ്പെട്ടിരിക്കുന്നത് സൗദി അറേബ്യയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയാം. ട്രംപ് അവസാന നിമിഷം ചതിച്ചതോടെ അമേരിക്കയുമായുള്ള ആണവ കരാർ അനിശ്ചിതത്വത്തിലായി. ചെങ്കടലിൽ ഹൂതികൾ പൂർണ്ണമായും സൗദിയെ പൂട്ടുകയും ചെയ്തു. സൗദി തുറമുഖങ്ങളിലേക്ക് ഹൂതികൾ ആക്രമണവും നടത്തി. അതിനിടെ ഹൂതികളുടെ നീക്കങ്ങൾക്ക് ശക്തി പകരാൻ ഇറാൻ വിപ്ലവസേന കമാൻഡർമാർ ഹൂതി മേഖലയിൽ എത്തിയെന്ന വാർത്തകളും വരികയാണ്. എന്തായാലും തുടർച്ചയായ 12ാം ദിവസത്തെ ആക്രമണത്തിന് ശേഷം 13ാം ദിവസം അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല. ഇറാനും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടില്ല. കണ്ണിന് കണ്ണ് എന്ന നിലപാടിൽ തുടരുകയാണ് ഇറാൻ എന്ന് വ്യക്തം. അതേസമയം അമേരിക്ക ആക്രമണം നടത്താത്തത് ചർച്ച നടക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് എന്നുള്ള വിലയിരുത്തലും വരികയാണ്. 3 സാഹചര്യങ്ങൾ: 1, ഇറാൻ ഹോർമൂസിന് പിന്നാലെ ചെങ്കടലും പിടിച്ചു. 2, സൗദി എത്രത്തോളം വലിയ കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. 3, ട്രംപ് ഇറാനിൽ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണോ അതോ ചർച്ചകൾക്ക് വേണ്ടിയുള്ള ഇടവേളയാണോ എടുക്കുന്നത്? ഇങ്ങനെയുള്ള 3 പോയിന്റുകൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ഹോർമൂസിലെ സാഹചര്യം പരിശോധിക്കാം. അതിനുശേഷം ചെങ്കടലിൽ നടക്കുന്നത് എന്ത് എന്ന് നോക്കാം. അത് അമേരിക്കയെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് പരിശോധിക്കാം. ഹോർമൂസിൽ തങ്ങളുടെ അനുമതിയില്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ തടയുന്നത് ഇറാൻ തുടരുകയാണ്. 4 വാണിജ്യ കപ്പലുകളെയാണ് ഇറാൻ വെടിവെച്ച് തടഞ്ഞത്. കപ്പലുകളുടെ കൃത്യമായ പേരുകളോ അവ ഏത് രാജ്യത്തിൽ നിന്നുള്ള കപ്പലുകളാണോ എന്നോ ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ കപ്പലുകൾ ഇറാന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് അമേരിക്ക നിശ്ചയിച്ച സുരക്ഷിതമായ പാത ഉപയോഗിക്കാൻ ശ്രമിച്ചവയാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഒമാൻ തീരത്തോട് ചേർന്നുള്ള പാതയിലൂടെ സഞ്ചരിക്കാനാണ് ഈ കപ്പലുകൾ സ്വാഭാവികമായി ശ്രമിച്ചത്. തുടർന്നാണ് ഇറാൻ വെടിവെച്ച് മുന്നറിയിപ്പ് നൽകിയത് പിന്തിരിച്ച് വിട്ടത്. ഇറാന്റെ നീക്കത്തെ തുടർന്ന് കപ്പലുകൾ യാത്രാമാർഗം മാറ്റി എന്നാണ് റിപ്പോർട്ട്. തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും ഇതേ പാതയിലൂടെ പോകാൻ ശ്രമിച്ച 3 എണ്ണക്കപ്പലുകൾ ഇറാൻ തടഞ്ഞിരുന്നു. അതായത് ഹോർമൂസിൽ ഇറാന്റെ ആധിപത്യം സർവാധിപത്യമായി തുടരുകയാണ്. ഹോർമൂസിലെ ഇറാന്റെ ശേഷി അവസാനിപ്പിക്കാൻ അമേരിക്ക എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നാണ് സൈനിക വിദഗ്ധരെല്ലാം ഇതിൽ നിന്ന് വിലയിരുത്തുന്നത്. ഇതിനൊപ്പമാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിൽ പിടിമുറുക്കുന്നത്. ചെങ്കടൽ തീരത്തുള്ള സൗദിയുടെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ, അതായത് യാൻബു, ജിസാൻ പ്രവിശ്യകളിലുള്ള എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂതികൾ ആക്രമണം നടത്തി. യാൻബുവിലേക്ക് വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും സൗദിയിലുള്ള ഗ്രീക്ക് സേന പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൗദി അറേബ്യയുടെ എണ്ണ ഊർജ ഇൻഫ്രാസ്ട്രക്ചർ ഭൗതിക സാഹചര്യങ്ങൾ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി 2021 ഒപ്പുവെച്ച അന്താരാഷ്ട്ര പ്രതിരോധ കരാറിന്റെ ഭാഗമായിട്ടാണ് ഗ്രീസ് തങ്ങളുടെ സൈന്യത്തെയും ഒപ്പം പാട്രിയോട്ടിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും സൗദിയിൽ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ജിസാനിലേക്ക് എത്തിയ ഡ്രോൺ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങൾ അറാംകോ പ്ലാന്റിൽ തീപിടുത്തമുണ്ടാക്കിയതായി സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളും നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളും സൂചിപ്പിക്കുന്നു. അതായത് ഹൂതികളുടെ ആക്രമണത്തിൽ ജിസാനിൽ നാശനഷ്ടമുണ്ടായി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. പ്രദേശത്ത് ചെറിയ തോതിൽ വൈദ്യുത തടസ്സം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഇതിനൊപ്പം ഹൂതികൾ സൗദിയുടെയും അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെയും കപ്പലുകൾ ചെങ്കടലിൽ തടയുകയുമാണ്. സൗദിയുടെ കപ്പലുകളെയും ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ കപ്പലുകൾ സൗദി തുറമുഖത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അതിനെയും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പ്രധാന സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. സൗദിയുമായി ബന്ധമില്ലാത്ത കപ്പലുകൾക്ക് നേരെയും ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഡ്രോൺ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് എന്ന ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ഹൂതികളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇറാൻ നീക്കം തുടങ്ങിയെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ കമാൻഡർമാരെയും സൈനിക ഉപദേശകന്മാരെയും മിസൈൽ ഡ്രോൺ സാമഗ്രികളെയും ഇക്കഴിഞ്ഞ ജൂലൈ 13-ന്, ഈ ഡേറ്റ് ഓർമ്മിക്കണം, ജൂലൈ 13-ന് ഇറാൻ യമനിലേക്ക് വിമാനമാർഗം എത്തിച്ചു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആയത്തുള്ള അലി ഖമനയുടെ ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചുപോയ സംഘത്തിനൊപ്പം
ഇവരും ഉണ്ടായിരുന്നു എന്നാണ് സോഴ്സുകളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൗദി അനുകൂല യമൻ സർക്കാർ സനാ വിമാനത്താവള റൺവേ ആക്രമിച്ച് ഇല്ലാതാക്കിയത് ഈ വിമാനം, അതായത് IRGCയുടെ കമാൻഡർമാരുമായി വന്ന, അവർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി വന്ന ഈ വിമാനം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് വിമാനം ഹൂതികളുടെ തന്നെ പിന്തുണയുള്ള ഹുദൈദയിലാണ് ഇറങ്ങിയത്. ഹൂതികളുടെ സൈനിക നീക്കങ്ങളെ പിന്തുണയ്ക്കുക, പുതിയ മിസൈൽ സംവിധാനങ്ങളിൽ പരിശീലനം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇറാൻ കമാൻഡർ സംഘത്തെ അയച്ചത് എന്നാണ് റിപ്പോർട്ട്. ഒപ്പം വിമാനത്തിൽ ഫണ്ടായി സ്വർണവും അയച്ചു എന്നാണ് റോയിറ്റേഴ്സ് ചില സോഴ്സുകളെ ഉദ്ധരിച്ച്, ചില ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല വിമാനത്തിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നും റോയിറ്റേഴ്സിൻ്റെ ഉറവിടം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ വാർത്തകളെ ഹൂതി മാധ്യമങ്ങൾ നിഷേധിക്കുകയാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെട്ട ഹൂതി മാധ്യമ പ്രതിനിധി അബ്ദുൾ റഹ്മാൻ അൽ അഹ്നോമി ആരോപണങ്ങൾ നുണയും കെട്ടിച്ചമച്ചതാണ് എന്നുമാണ് പറയുന്നത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും സാധാരണക്കാരായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൂതികൾക്ക് മിസൈൽ ശേഷി നൽകുന്നുണ്ട് എന്നുള്ള വാർത്തകളെ ഇറാൻ എപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹൂതികളും അത് നിഷേധിക്കാറുണ്ട്. സ്വന്തമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നുവെന്നാണ് ഹൂതികൾ പറയുന്നത്. എന്നാൽ മഹാൻ എയർ വിമാനം യമനിലെത്തി 3 ദിവസത്തിന് ശേഷമാണ് ഇറാൻ ചെങ്കടൽ കേന്ദ്രീകരിച്ച് നീക്കം ആരംഭിച്ചത് എന്ന് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ ചെങ്കടലിലൂടെയുള്ള എണ്ണക്കടത്ത് പാത അടച്ചുപൂട്ടാൻ ഇറാൻ ഹൂതികളോട് ആവശ്യപ്പെട്ടു എന്നാണ് റോയിറ്റേഴ്സ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഹൂതികളെ മുൻനിർത്തി ഇറാൻ ചില ചടുല നീക്കങ്ങൾ അവിടെ നടത്തി എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇറാൻ ആസൂത്രിതമായ നീക്കങ്ങളാണ് അവിടെ നടത്തുന്നത്. ഹോർമൂസിന് പിന്നാലെ ചെങ്കടലും പിടിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. തങ്ങൾക്കെതിരെ തിരിഞ്ഞ സൗദി അറേബ്യയുടെ എണ്ണ വ്യാപാരത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഹൂതികളിലൂടെ ഇറാൻ ചെയ്യുന്നത്. എന്തായാലും ഇതിലൂടെ കുടുങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗദിയാണ്. ഹോർമൂസ് അടച്ചതോടെ ചെങ്കടലാണ് സൗദി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഓഫറുകൾ സ്വീകരിച്ച് ഇറാനെതിരെ തിരിഞ്ഞതോടെ സൗദിയെ പൂട്ടുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ട്രംപ് ആണെങ്കിൽ സൗദിയെ ചതിക്കുകയും ചെയ്തു. സൗദി കിരീടാവകാശിയുമായി ആണവ കരാർ ഒപ്പിട്ട ശേഷം അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ട്രംപ്. ഇസ്രയേലുമായി സൗദി സാധാരണ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആവശ്യം. അത് ഈ ഒപ്പിട്ട ശേഷം, അതായത് ഈ ആണവ കരാർ സൗദി അറേബ്യയുമായി ഒപ്പിട്ട ശേഷമാണ് ട്രംപ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ആവശ്യത്തിന് യെസ് മൂളാൻ സൗദിക്ക് ഇപ്പോൾ കഴിയില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം GCC രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിക്ക് ഇസ്രയേലുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ, ഔദ്യോഗിക ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള ആ കരാർ തന്നെ റദ്ദായ അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാം. അതായത് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് സൗദി എന്ന് പറയാം. ചെങ്കടൽ പാതയും തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തയും വരുന്നുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വരും ദിവസങ്ങളിൽ ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. ഇറാൻ ഇങ്ങനെ പശ്ചിമേഷ്യയിലെ 2 നിർണായക കപ്പൽ പാതകളും പിടിച്ചതോടെയാണ് ട്രംപ് ഈ ആക്രമിക്കും എന്നുള്ള രീതിയിൽ നിന്ന് യു-ടേൺ അടിച്ചത് എന്നാണ് വിലയിരുത്തൽ. അതിനു മുമ്പുള്ള ദിവസം വരെ ഇറാനെതിരെ വമ്പൻ ആക്രമണം പദ്ധതിയിടുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെ ലോക്ക് ചെയ്തു എന്നും ആക്രമിക്കാൻ ആയുധങ്ങൾ ലോഡ് ചെയ്തു എന്നുമായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നത് ചർച്ച നടക്കുന്നു എന്നാണ്. ചർച്ചയുടെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ പറയാൻ. വൻതോതിലുള്ള ഒരു അന്തിമ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ താൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നും ട്രംപ് പറയുന്നു. മാത്രമല്ല 13-ാം ദിവസം അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഗൾഫിലേക്ക്, അമേരിക്കൻ താവളങ്ങളിലേക്ക് ഇറാനും ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയം തന്നെ അമേരിക്കയുടെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ തങ്ങൾ വഴങ്ങില്ല എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആവർത്തിക്കുകയും ചെയ്യുന്നു. ചർച്ചകൾ നടക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലെ പരമാധികാരം സംരക്ഷിക്കുമെന്നും അത് ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതിനൊപ്പം ഹൂതികളുടെ നീക്കങ്ങൾ ഇറാൻ്റെ അറിവോടെ അല്ല എന്നാണ് അരാഗ്ചി എടുത്തു പറയുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഇറാനല്ല, മേഖലയിലെ പഴയ തർക്കങ്ങളാണ് അതിന് കാരണം എന്നുമാണ് അരാഗ്ചി പറയുന്നത്. അതായത് ഇറാന് അതുമായി യാതൊരുവിധ ബന്ധവുമില്ല, ഹോർമൂസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇറാന് ബന്ധം, ചെങ്കടലിലെ കാര്യം തീരുമാനിക്കുന്നത് ഹൂതികളാണ് എന്നാണ് അരാഗ്ചി പറഞ്ഞു വെക്കുന്നത്. ഇതിനിടയ്ക്ക് ഒമാൻ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും മുന്നോട്ട് വരികയാണ്. രഹസ്യവും നേരിട്ടുള്ളതുമായ ബാക്ക് ചാനൽ നയതന്ത്ര ചർച്ചകളാണ് ഒമാനിൽ പുരോഗമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ചില ആശയവിനിമയങ്ങൾ തുടരുന്നു എന്നാണ് അബ്ബാസ് അരാഗ്ചിയും സൂചിപ്പിച്ചത്.
അമേരിക്കൻ പ്രതിനിധികളും ഇറാന്റെ നയതന്ത്രജ്ഞരും നേരിട്ടല്ല എങ്കിലും ഒമാൻ ഉദ്യോഗസ്ഥർ വഴി ഒരേ സമയം ആവശ്യങ്ങൾ കൈമാറുന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. പഴയ ആവശ്യങ്ങൾക്ക് പുറമെ സൗദി അറേബ്യയ്ക്ക് നേരെയും ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാൻ ഇടപെട്ട് അവസാനിപ്പിക്കണമെന്ന ആവശ്യവും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഹൂതികളുടെ നീക്കം അമേരിക്കയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാൻ പഴയ ആവശ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വാഷിങ്ടണും ടെഹ്റാനും ഈ ചർച്ചകൾ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക തങ്ങളെ ഭീഷണിപ്പെടുത്തി ഒപ്പുവെപ്പിക്കാൻ നോക്കേണ്ട എന്നാണ് ഇറാൻ്റെ പരമ്പരാഗതമായിട്ടുള്ള നിലപാട്. ഇതിനൊപ്പം തന്നെ പാകിസ്ഥാൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിലും ചില അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. സമാധാനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വിലക്കയറ്റം കൂടുകയും ഇന്ധന ലഭ്യത കുത്തനെ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ അൻഷാദ് അമില്യാസ്. നമസ്കാരം.